കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുട്ടികൾ രണ്ടാളും കൊടുത്ത് ചെറി കഴിച്ചത് ശ്യാമയാണ് കേട്ടോ. ഈ സമയത്ത് ശ്യാമക്കാണെങ്കിൽ ചെറിയൊരു തളർച്ച മയക്കമൊക്കെ പോലെ തോന്നുവാണ്. അങ്ങനെ സ്റ്റെയർ കേസിൻ്റെ മുകളിൽ നിൽക്കുകയുള്ളൂ ശ്യാമ. പെട്ടെന്ന് തന്നെ മയങ്ങി കാലുവഴുതി സ്റ്റെപ്പിൽ നിന്ന് താഴത്തേക്ക് ഉരുണ്ടുരുണ്ട് താഴെ വന്ന് വീഴുവാണ് കേട്ടോ ശ്യാമ. ഇത് കണ്ട് എല്ലാവരും അങ്ങ് ഷോക്കായി നിൽക്കുവാണ്. ഈ സമയം രോഹിത്തും ഭാമയൊക്കെ ശ്യാമയെന്ന് വിളിച്ച് ശ്യാമയുടെ അരികിലേക്ക് ഓടി ചെല്ലുക. രോഹിത്ത് അങ്ങനെ ശ്യാമ എടുത്ത് മടി കിടത്തുമ്പോഴേക്കും നെറ്റിയിൽ നിന്ന് ബ്ലഡ് വരുന്നത് കാണുക രോഹിത്ത്. അയ്യോ ദേ ചോര വരുന്നു. ഈ സമയം വിഷ്ണു പറഞ്ഞേ, എടാ രോഹിത്തെ, നീ വേഗം ശ്യാമയെ വണ്ടിയിലേക്ക് കയറ്റും, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ രോഹിത്ത് ശ്യാമയെ കൈകളിൽ കോരിയെടുത്ത് വേഗം തന്നെ വണ്ടിയിലേക്ക് കയറ്റുവാണ്. ഈ സമയം ഭാമയെ വണ്ടി കയറുവാണ് കേട്ടോ. അന്നേരം വിഷ്ണുവും പോകാൻ തുടങ്ങുമ്പോൾ രാഘവൻ വിഷ്ണുവിന് തടയണേ, എടാ നീ ഇതെങ്ങോട്ടാ, നിനക്ക് കാലിന് വയ്യാത്തല്ലേ, ഡോക്ടർ റെസ്റ്റ് എടുക്കണമെന്നല്ലേ പറഞ്ഞത്, നീ ഇവിടെ നിൽക്ക്, രോഹിത്ത് പോയിട്ടുണ്ടല്ലോ. അങ്ങനെ രോഹിത്ത് കാറെടുത്ത് വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം വിഷ്ണുവും രാഘവനും ഒക്കെ ടെൻഷനായി നിൽക്കുമായിരിക്കും. അന്നേരം അകത്തിരുന്ന് ഇതൊക്കെ കാണുന്ന കാർത്തിക ടെൻഷനോട് കൂടി ആലോചിക്കുക, ഈശ്വര, അപ്പോൾ ശ്യാമയാണോ ആ ക്യാപ്സൂൾ കഴിച്ചത്, ശ്യാമക്ക് ഒന്നും സംഭവിക്കരുതേ. അങ്ങനെ പറഞ്ഞ് കാർത്തിക അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് രോഹിത്ത് വെപ്രാളത്തിൽ കാറൊക്കെ ഓടിച്ച് ഹോസ്പിറ്റലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം ഭാമയാണെങ്കിൽ ശ്യാമയെ ചേർത്ത് പിടിച്ച് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ശ്യാമേനെയാണ് കേട്ടോ. ഈ സമയം നഴ്സുമാർ ശ്യാമയുടെ തലയിലുള്ള മുറിവൊക്കെ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്നൊക്കെ ഉണ്ട്. ഇതേ സമയം പുറത്തെ ടെൻഷനോടെ കൂടെ കാവൽ നിൽക്കുമായിരിക്കും രോഹിത്തും ഭാമയൊക്കെ. ഭാമ ആണെങ്കിൽ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് പപ്പിമോളെ ട്യൂഷനാക്കിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന പിള്ളേനെയാണ് കാണിക്കുന്നത്. ഈ സമയം വിഷ്ണു ആണെങ്കിൽ മുടന്തി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണുവാണ് കേട്ടോ. അത് കാണുന്ന പിള്ളച്ചേട്ട് ചോദിക്കണേ, കുഞ്ഞിന് എന്താ സംഭവിച്ചത്, എന്തെങ്കിലും മുടന്തി നടക്കുന്നത്. അന്നേരം വിഷ്ണു പറഞ്ഞേ, ഇങ്ങനെ നടന്നാൽ എങ്ങനെ ഇരിക്കുമെന്നൊന്ന് അറിയാൻ വേണ്ടിയാ. അയ്യോ കുഞ്ഞിൻ്റെ കാലിന് എന്തു പറ്റി, കാലിലെന്തിനാ ബാൻഡേജ് ഇട്ടിരിക്കുന്നത്. അന്നേരം വിഷ്ണുവിന് അങ്ങ് ദേഷ്യം വരുമോ, ചുമ്മാ ഒരു രസത്തിനിട്ടിരിക്കുക, അകത്തേക്ക് ചെല്ല്, അകത്ത് പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു തരും. കുഞ്ഞെന്താ ഇങ്ങനെ ദേഷ്യത്തിൽ സംസാരിക്കുന്നത്. അന്നേരം വിഷ്ണു പറഞ്ഞേ, എന്നോട് കൂടുതലൊന്നും സംസാരിക്കില്ലേ, എൻ്റെ കൺട്രോൾ പോയി നിൽക്കുക. അങ്ങനെ പിള്ളാകത്തേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം ഇതെല്ലാം കേട്ട് കാർത്തിക അവിടെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ വിഷ്ണുവിൻ്റെ പെരുമാറ്റമൊക്കെ കണ്ട് കാർത്തിക അടുത്തേക്ക് പോകാതെ കുറച്ചങ്ങ് നീങ്ങി നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ അരികിലേക്ക് ശാലിനിയുടെയും ശ്യാമയുടെയൊക്കെ പ്രസവം കൊടുത്ത ആ ഡോക്ടർ ഉണ്ടല്ലോ, ആ ഡോക്ടർ അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ അവിടെ കിടക്കുന്ന ശ്യാമയെ കാണുന്നതും ഇത് ശ്യാമയല്ലേ എന്ന് സിസ്റ്ററിനോട് ചോദിക്കുക. അന്നേരം അവിടെ തന്നെ നേഴ്സ് ചോദിക്കണേ, അതെ, ഡോക്ടർക്കറിയോ ഈ കുട്ടിയെ. ഈ സമയം ഡോക്ടർ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുവാണ്. ശ്യാമയുടെ കുഞ്ഞ് നഷ്ടമായതും പിന്നീട് ശാലിനി തൻ്റെ കുഞ്ഞിനെ ശ്യാമക്ക് കൊടുക്കാമെന്ന് പറഞ്ഞതും അവരുടെ പ്രസവവും അതൊക്കെ ഇങ്ങനെ ഓർക്കുവാണ്ട് ഡോക്ടർ. എന്നിട്ട് പറയണേ, നല്ലപോലെ അറിയാം, അല്ല ഈ കുട്ടിക്ക് എന്ത് പറ്റിയതാ. അന്നേരം ആ നേഴ്സ് പറയണേ, ഈ കുട്ടിയെ തല കറങ്ങി സ്റ്റെപ്പിൽ നിന്ന് വീണതാ, അങ്ങനെ ഇവിടെ കൊണ്ടുവന്നത്. അന്നേരം തലക്കൊരു ഇഞ്ചുറി ഉണ്ടായി. പക്ഷേ ടെസ്റ്റ് നടത്തിയപ്പോൾ സെലീന ഡോക്ടർ പറഞ്ഞത് ഈ കുട്ടിയുടെ ഉള്ളിൽ മാരകമായിട്ടുള്ള ഒരു വിഷം കടന്നുകൂടിയിട്ടുണ്ടായിരുന്നു എന്നാ. എന്തോ ഭാഗ്യത്തിന് അതിൻ്റെ ആൻറ്റിഡോസ് നമ്മുടെ ഇവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അത് എത്രയും പെട്ടെന്ന് കുത്തിവെച്ചത് കാരണോ ഈ കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ. ഇതേക്കുന്ന ഡോക്ടറെ മനസ്സിലാലോചിക്കുക, എന്തു പറ്റി, ശ്യാമ എന്തിനായിരിക്കും അങ്ങനെ ചെയ്തത്. ശാലിനി തിരിച്ചു വന്നല്ലോ, ഇനി കുട്ടികളുടെ പേരിൽ രണ്ടാൾക്കിടയിലും എന്തെങ്കിലും തർക്കങ്ങളോ മറ്റോ ഉണ്ടായിക്കാണോ, അതായിരിക്കും ശ്യാമ വിഷം കഴിച്ചത്. അങ്ങനെ ഡോക്ടർ ആലോചിക്കുക. ഈ സമയം ആ നേഴ്സ് പറയണേ, എന്താണെങ്കിലും ഇങ്ങനൊരു കാര്യം നടന്നതല്ലേ, അതുകൊണ്ട് പോലീസിനെ അറിയിക്കണ്ടേന്നാണ് ഡോക്ടർ പറയുന്നത്. അന്നേരം ആ ഡോക്ടർ പറയണേ, അത് നമുക്ക് ആലോചിക്കാം, ആദ്യം ശ്യാമയെ ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടർ ശ്യാമയെ പരിശോധിക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് അവിടെ പുറത്ത് നിൽക്കുന്ന രോഹിത്തിനെയാണ് കേട്ടോ കാണിക്കുന്നത്. ഈ സമയം രോഹിത്ത് ഫോൺ എടുത്ത് ശാലിനി ഫോണിൽ വിളിക്കുക. ഹലോ ശാലിനി, ഒരു കാര്യം പറയാനുണ്ട്. എന്നിട്ട് ശ്യാമക്ക് സംഭവിച്ച അപകടത്തെക്കുറിച്ചൊക്കെ രോഹിത്ത് ശാലിനിയോട് പറയുവാണ് കേട്ടോ. അത് കേൾക്കുന്നതും ശാലിനി അങ്ങ് ഞെട്ടിപ്പോകുവാണ്. പിന്നീട് ഉടനെ തന്നെ ശാലിനി ഫോൺ എടുത്ത് ശാരദാമ്മേനെ വിളിക്കുക. അമ്മേ, നമ്മുടെ ശ്യാമക്ക് ഒരു അപകടം പറ്റി. അങ്ങനെ രോഹിത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശാലിനി ശാരദാമ്മയോടും പറയുക. എന്നിട്ട് പറയണേ, അമ്മ ടെൻഷനാവണ്ട, ഞാൻ ഉടനെ തന്നെ കാറുമായിട്ട് അങ്ങോട്ട് വരാം, അമ്മ റെഡിയായി നിൽക്കും. അങ്ങനെ പറഞ്ഞ് കോൾ കട്ടാക്കുവാണ്. ഈ സമയം ശാരദയാണെങ്കിൽ ആകെ പേടിക്കുക, ഭഗവാനെ എൻ്റെ കുഞ്ഞിന് ഒരബദ്ധം വരത്തില്ലേ. പിന്നീട് കാണിക്കുന്നത് ശാലിനി ശാരദാമ്മയും കൂടി കാറിൽ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ സമയം വിഷ്ണു രോഹിത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുവാണ് കേട്ടോ. രോഹിത്തെ, എന്താ കാര്യങ്ങൾ, ശ്യാമയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്, ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ. ഇല്ല ബ്രോ, ഡോക്ടർ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ആണോ, അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. അങ്ങനെ പറഞ്ഞ് വിഷ്ണു കോൾ കട്ടാക്കുവാണ്. എന്നിട്ട് രാഘവനോട് പറയണേ, ഡോക്ടർ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന്, പരിശോധിച്ചുകൊണ്ടിരിക്കുവാൻ തോന്നുന്നു. ഇതേക്കുന്ന കാർത്തിക മനസ്സിൽ പറയണേ, ശ്യാമയുടെ ഉള്ളിലാണ് ആ ക്യാപ്സൂൾ ചെന്നിട്ടുള്ളതെങ്കിൽ അവൾക്ക് ഒരാപത്തും വരുത്താതെ കാത്തുകൊള്ളണേ ഈശ്വര എന്ന് പറഞ്ഞ് കാർത്തികയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നിൽക്കുവാണ്. ഈ സമയത്തായിരിക്കോട്ടോ ശാലിനി ശാരദാമ്മയും കൂടി അങ്ങോട്ടേക്ക് എത്തുന്നത്. അങ്ങനെ രോഹിത്തിനെ കാണുന്നതും ശാലിനി ഓടി രോഹിത്തിൻ്റെ അരികിലേക്ക് എത്തുക. രോഹിത്തെ, എന്തായി, ശ്യാമയ്ക്ക് എന്താ സംഭവിച്ചത്. അതേക്കുന്ന ഭാമ പറയണേ, എന്താ സംഭവിച്ചെന്നൊക്കെ ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞതല്ലേ, പിന്നെയും ഇവിടെ വന്ന് വീണ്ടും എന്തിനാ ചോദിക്കുന്നത്, ഞാനെന്തെങ്കിലും ചെയ്തതാണെന്ന് വിചാരിച്ചിട്ടാണോ.
എന്നാൽ കേട്ടോ, ഞാനവളെ സ്റ്റെയർ കേസിൽ നിന്ന് തള്ളിയിട്ടൊന്നുമല്ല. അങ്ങനെ ചെയ്യാനായിരുന്നെങ്കിൽ എനിക്ക് പണ്ടേ ചെയ്യായിരുന്നു. ഈ സമയം ശാരദാമ്മ രോഹിത്തിനോട് ചോദിക്കണേ, അല്ല രോഹിത്തെ, ശ്യാമയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അത് കേൾക്കുന്ന ഭാമ പറയണേ, ശാരദാമ്മേ, അങ്ങനെ ഒരു വാക്ക് ഡോക്ടറിനെ നാവിന്ന് കേൾക്കാനാ ഇവിടെ 33 മുക്കോടി ദൈവങ്ങളെയും വിളിച്ച് ഞങ്ങളിവിടെ കാത്തിരിക്കുന്നത്. ശ്യാമ നിങ്ങളുടെ മാത്രം മോളല്ല, അവൾ എൻ്റെയും കൂടി മോളാ. എന്നെ അനുസരിക്കുന്ന മരുമക്കളല്ലെങ്കിലും എനിക്ക് എൻ്റെ സ്വന്തം മക്കളെപ്പോലെ തന്നെയാണ്. കാർത്തികയും എനിക്ക് എൻ്റെ മകളെപ്പോലെ തന്നെയാണ്. അങ്ങനെ ഭാമയുടെ ആ വാക്ക് കേൾക്കുമ്പോൾ അത് ശാരദാമ്മക്കും ശാലിനിക്കൊന്നും തീരെ ഇഷ്ടമാവുന്നില്ല കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ICU കിടക്കുന്ന ശ്യാമ പതിയെ കണ്ണു തുറക്കുവാണ് കേട്ടോ. അങ്ങനെ ശ്യാമ കണ്ണു തുറക്കുന്നതും കാണുന്നത് അവിടെ നിൽക്കുന്ന ഡോക്ടറിനെയാണ്. ഡോക്ടറെ കാണുന്നതും ഡോക്ടർ എന്ന് പറഞ്ഞ് ശ്യാമ വിളിക്കുക. ശ്യാമേ, ഇപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ഡോക്ടർ, തലയിലൂടെ ചെറിയൊരു വേദന പോലെയുണ്ട്. ഈ സമയം ഡോക്ടർ അവിടെ നിൽക്കുന്ന നഴ്സുമാരുടെയൊക്കെ പുറത്തേക്ക് പോകാൻ പറയുവാണ് കേട്ടോ. എന്നിട്ട് ശ്യാമയോട് ചോദിക്കണേ, ശ്യാമേ, എന്താ പറ്റിയത്? എന്തിനാ വിഷം കഴിച്ചത്? എന്താ കുട്ടികൾക്ക് വേണ്ടി കുട്ടികളുടെ പേരിൽ നിങ്ങൾക്കിടയിൽ വല്ല തർക്കമോ മറ്റോ നടന്നോ? അതേക്കുന്നത് ശ്യാമ അങ്ങ് ഞെട്ടിപ്പോകുക. ഡോക്ടർ എന്താ പറയുന്നത്? വിഷം കഴിച്ചെന്നോ? ഞാൻ വിഷമൊന്നും കഴിച്ചിട്ടില്ല ഡോക്ടർ. അന്നേരം ഡോക്ടർ ചോദിക്കണേ, ശ്യാമ എന്താ പറയുന്നത്? അപ്പോൾ ശ്യാമ സ്വയം കഴിച്ചതല്ലേ? അങ്ങനെയാണെങ്കിൽ മറ്റാരോ ശ്യാമക്ക് ഭക്ഷണത്തിലൂടെ എന്തൊരു വിഷം കലർത്തി തന്നിട്ടുണ്ട്. അതിൻ്റെ ആൻറ്റിഡോസ് കുത്തിവെച്ചത് കൊണ്ട് മാത്രമോ ശ്യാമ ഇപ്പോൾ ജീവനോട് ഇരിക്കുന്നത് തന്നെ. അല്ല, ശ്യാമ ഇന്ന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഫുഡോ മറ്റോ കഴിച്ചായിരുന്നോ? അന്നേരം ശ്യാമ പറയണേ, അത് പിന്നെ ഡോക്ടർ, ഇന്ന് വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. കുട്ടികളുടെ പിറന്നാളായിരുന്നു. കുട്ടികളോ? കുട്ടികളെന്ന് ഉദ്ദേശിച്ചത്? അന്നേരം ശ്യാമ പറയണേ, അതെ, ഡോക്ടർ ഉദ്ദേശിച്ചത് തന്നെ. എൻ്റെ കുഞ്ഞേച്ചിയുടെ മക്കൾ, അവർ രണ്ടാളും ഒരേ ദിവസമുള്ള ജനിച്ചത്. ഇന്ന് അവരുടെ പിറന്നാളായിരുന്നു, അത് ആഘോഷിക്കുമായിരുന്നു. കുഞ്ഞേച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നു. അത് കേൾക്കുന്നതും ഡോക്ടർക്ക് സന്തോഷമാവണേ. ഓ അത് ശരി, അപ്പോൾ വിഷ്ണു ശാലിനിയൊക്കെ ഒന്നിച്ചൊരു ജീവിതമൊക്കെ വീണ്ടും ആരംഭിച്ചു അല്ലേ? അതേക്കുന്ന ശ്യാമ നിരാശയോട് പറയണേ, അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും അല്ല ഇപ്പം നടന്നിരിക്കുന്നത്. കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയിരിക്കുക. എന്താ ശ്യാമേ, എന്താ പറ്റിയത് എന്ന് ഡോക്ടർ ചോദിക്കുക. അന്നേരം ശ്യാമ കാര്യങ്ങളെല്ലാം പറയണേ. വിഷ്ണുവേട്ടൻ മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലിയിട്ട് കൊണ്ടുവന്നു. ശ്യാമ എന്തൊക്കെയാണ് പറയുന്നത്? വിഷ്ണു ശാലിനിയെ മറന്ന് മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലിയിട്ടിയെന്നോ? അതെങ്ങനെ സംഭവിക്കും? അത്രയ്ക്ക് ഇഷ്ടമായിരുന്നില്ലേ വിഷ്ണു ശാലിനിയും തമ്മിൽ? അന്നേരം ശ്യാമ പറയണേ, അതൊക്കെ ശരിയാ, പക്ഷേ പ്രശ്നം പഴയത് തന്നെയാണ്, കുട്ടികളുടെ പ്രശ്നം. പപ്പി എൻ്റെ രോഹിത്തിൻ്റെ മകളായിട്ട് വളരുന്നു. എന്നാൽ അതേസമയം സത്യ ആരെന്നുള്ള ചോദ്യമാണ് കുഞ്ഞേച്ചിയെ കുടുംബത്തിൽ നിന്നും അകറ്റിയത്. സത്യാമ്മയ്ക്ക് വിശ്വസിക്കുന്നത് സത്യ മറ്റാരിലോ കുഞ്ഞേച്ചിക്ക് ജനിച്ചതാണെന്നാണ്. സത്യേനെ കുറിച്ചുള്ള രഹസ്യവും അവളുടെ ജനന തീയതിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പപ്പിയുടെ കാര്യങ്ങളും കൂടി പുറത്ത് പറയേണ്ടി വരും എന്നുള്ള ഭയം കാരണം ഞങ്ങൾ ഇതുവരെ ഒരു കാര്യം ആരും അറിയിച്ചിട്ടില്ല. അതേക്കുന്നതും ഡോക്ടർ പറയണേ, ഇനിയിപ്പോൾ പറഞ്ഞിട്ടും എന്താ കാര്യം? വിഷ്ണുവിൻ്റെ വിവാഹം കഴിഞ്ഞില്ലേ? അന്നേരം ശ്യാമ പറയുന്നുണ്ട്, ആ വിവാഹത്തിൻ്റെ കാര്യത്തിൽ എന്തോ ചില കള്ളക്കളികളൊക്കെ നടന്നിട്ടുണ്ട്. വിഷ്ണുവേട്ടൻ ശരിക്കും ആ കല്യാണം കഴിച്ചതാണോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. അതിൻ്റെ അന്വേഷണത്തിലാണ് ഞങ്ങളിപ്പോൾ. അന്നേരം ഡോക്ടർ ചോദിക്കണേ, ശ്യാമ എന്തൊക്കെയാണ് പറയുന്നത്? വിഷ്ണുവിനെ പോലെ ഒരാൾ അങ്ങനെ ഒരു കാര്യമില്ലാതെ ഒരു പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുമോ? ഈ സമയം ശ്യാമ പറയുന്നുണ്ട്, അവളുടെ കാര്യത്തിൽ എന്തോ ചില കള്ളക്കളികളൊക്കെ ഉണ്ട്. അതുമാത്രമല്ല, ആ കാർത്തികയ്ക്ക് ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവുമായിട്ട് ബന്ധം വരെയുണ്ട്. അത് കേൾക്കുമ്പോൾ ഡോക്ടർ ചോദിക്കണേ, അതാരാ? സുസ്മിതയാണോ? സുസ്മിതയല്ല, അവളിപ്പോൾ ജയിലില്ല. മറ്റെടുത്തിയത് മധുശ്രീ. അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്